വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ എല്ലാവർക്കും അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി, രാവിലെ നമ്മൾ എണീറ്റു. അത് കർത്താവിൻ്റെ കൃപ. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവച്ചൻ പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ എന്ന് ഞാൻ പറയാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു മറുരൂപ മലയിൽ, അതാണ് 6 ദിവസത്തിന് ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വലിയൊരു പൊക്കമുള്ള ഒരു മലയിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ അവൻ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അപ്പോൾ ഇത്രയും പേരുടെ മുമ്പാകെ ആര് രൂപാന്തരപ്പെട്ടു? യേശു രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം, അപ്പോൾ യേശുവിൻ്റെ മുഖം എങ്ങനെയായിരുന്നു? സൂര്യനെ പോലെ പ്രശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. നല്ല വെള്ള വസ്ത്രമായിരുന്നു. അവൻ്റെ മുഖത്തിന് നല്ല ശോഭയായിരുന്നു. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് അവനുമായി സംസാരിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ മോശയും ഏലിയാവും അവർ മോശ ഏലിയാവൊക്കെ നല്ല പ്രവാചകൻ. മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് അവനുമായി സംസാരിക്കുമ്പോൾ അവൻ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. കണ്ട, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. പത്രോസിന് ഭയങ്കര സന്തോഷമായി. പത്രോസ്, എന്നാൽ നാം ഇവിടെ ഇരിക്കുന്നത് നിനക്ക് സമ്മതമെങ്കിൽ, അപ്പം നിനക്ക് സമ്മതമെങ്കിൽ ഗുരുവിനോട് അവർ ചോദിച്ചിട്ടേ കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അതാണ് അവർ. നല്ല പിള്ളേരായിരുന്നു കേട്ടോ. ഞാനിവിടെ 3 കുടിലുകളുണ്ടാക്കും. 1 അല്ല 2 അല്ല 3 കുടിലുകൾ ഞാനിപ്പോൾ ഉണ്ടാക്കാം. ആര് പറഞ്ഞു? പത്രോസ് യേശുവിനോട് പറഞ്ഞു. 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനും. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവിനും. ഞാനവരിപ്പം 3 പേർ കൂടെ ആയിട്ട് 3 കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം, ഇത് പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടിട്ട് ദൈവത്തിൽ നിന്ന്, ആരിൽ നിന്ന്? ദൈവത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ എന്ന് ഒരു ശബ്ദം കേട്ടു. ശിഷ്യന്മാർ അത് കേട്ടിട്ട്, അയ്യോ, ശിഷ്യന്മാർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയപ്പെട്ട് അവർ കവിണ് വീണു പോയി. യേശു അടുത്ത് ചെന്നിട്ട് അവരെ തൊട്ടിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് ചെന്ന് ഭയപ്പെട്ടിരിക്കുന്നുണ്ട്, എഴുന്നേൽക്കുവാൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ ദൃഷ്ടികൾ ഉയർത്തി നോക്കി, താഴോട്ടല്ല മുഴോട്ട് ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരും കണ്ടില്ല. മോശയ്ക്ക് ഏലിയാവിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുക, പക്ഷെ അവരാരും കണ്ടില്ല. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, അവർ ഉയർന്ന മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ഇതുവരെ ഈ ദർശനം ആരോടും പറയുന്നു. നമ്മൾ ചിലപ്പം ദർശനങ്ങളൊക്കെ കാണുന്നവരുണ്ട്, അതൊക്കെ നല്ല ദർശനങ്ങളൊക്കെ കാണുന്ന വളരെ നല്ലതാണ്. ശിഷ്യന്മാർ അവനോട്, എന്നാൽ ഏലിയാവാകുന്നു മുമ്പേ വരേണ്ടത്, ശാസ്ത്രം എന്തെന്ന് ചോദിച്ചു. അതിനവൻ, സത്യമായ ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും അവർ അവനെ തിരിച്ചറിയാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു. അപ്രകാരം തന്നെ മനുഷ്യപുത്രൻ ഒരാൾ കഷ്ടത അനുഭവിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ആയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ കൃപകളാൽ, കർത്താവിൻ്റെ കരുണകളാൽ എല്ലാ ദൈവം തമ്പുരാൻ നിങ്ങളെ നിറയ്ക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആശ്വാസത്തോടെ, വിടുതലോടെ എല്ലാവരും യാത്ര ചെയ്യുക. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ വേണം, ദൈവത്തിൻ്റെ വിടുതൽ വേണം. ഒരു കൊച്ചു കുഞ്ഞ് അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കരത്തെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കരത്തിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവനതൊരു വലിയൊരു ആശ്വാസമാണ്, അതിന് പേടിയില്ല. നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്നും കുഞ്ഞായിരിക്കില്ല, മുതിർന്ന് വരുമ്പോൾ നമ്മുടെ കർത്താപ്പച്ചൻ്റെ കരത്തെ പിടിച്ച് നമ്മൾ യാത്ര ചെയ്യുക. ആ കരം ഒരിക്കലും വിട്ടുകളയത്തില്ല കർത്താപ്പച്ചന്. അതാണ് നമ്മുടെ പിതാവിൻ്റെ കരം നമ്മളോടൊപ്പം എപ്പോഴും കൂടിയിരുന്ന് നമ്മളെ വഴി നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണപർവ്വതങ്ങളിലേക്ക് വരുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. കണ്ടോ, യേശു അപ്പച്ച മലയിൽ പോയിരുന്നു, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ദർശനങ്ങൾ കാണുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും
ദൈവത്തിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തു പോയിക്കെ ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ എല്ലാവരും നിറയ്ക്കും. കുഞ്ഞുങ്ങളൊക്കെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തു പോകേണ്ട നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ നിങ്ങളെ നിറയ്ക്കുന്നതായിരിക്കും. ഈ മെസ്സേജ് കേട്ട് ലൈക്ക് ചെയ്യുക, എന്തായാലും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിക്കാം. ആരെ അറിയത്തില്ലേലും ഇത് കേട്ട വചനം കേട്ട എല്ലാവരും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം. എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളായിരിക്കുന്നിടത്തെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകട്ടെ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, കുഞ്ഞുങ്ങൾ, നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ യൗവന പ്രായത്തിലെ സൃഷ്ടാവിനെ അറിയണം, കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിനോടുകൂടി യാത്ര ചെയ്യണം. നിങ്ങളെന്നും ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് നിങ്ങളുടെ മുമ്പോട്ട് യാത്ര ചെയ്യുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിക്കും ചെയ്തോണ്ട് നടത്തും. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.